ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മൾക്ക് അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രത്തിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും മൂക്കിലേക്ക് ജീവശ്വാസം അയച്ചത് ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിൻ്റെ ജീവശ്വാസം അവന് ലഭിക്കുന്നു. ശ്വാസത്തിൽ നിന്നാണ് ശബ്ദമുണ്ടാകുന്നത്. നമ്മൾ ശ്രവിക്കുന്ന ദൈവവചനം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്നും പുറപ്പെട്ട വചനങ്ങളാണ്. നമ്മുടെ ഏത് പ്രതിസന്ധികളിലും ആ ദൈവശ്വാസത്തിന്, പിതാവായ ദൈവത്തിൻ്റെ ശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എസക്കേൽ ദീർഘദർശിയോട് കർത്താവ് പറഞ്ഞു, നീ ആ ഉണങ്ങി വരണ്ട എല്ലുകളോട് പ്രവചിച്ച് അവയ്ക്ക് ജീവൻ കൊടുക്കുക. അവിടെ ജീവൻ കൊടുത്തത് ദൈവത്തിൻ്റെ ശ്വാസം. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ ഒരു സഹായകനെ അയക്കും. ശ്വാസം പോലെ പരിശുദ്ധാത്മാവ്, റൂഹ, അവരിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർ വിവിധ ഭാഷകളിൽ ദൈവത്തിൻ്റെ വചനം പറയുവാൻ തുടങ്ങി. ആകയാൽ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വിഷമങ്ങളെക്കുറിച്ച്, നമ്മുടെ വേദനകളെക്കുറിച്ച് ആകുലപ്പെടുന്നതിന് പകരം രോഗമുള്ളവർ അവരുടെ രോഗത്തിലേക്ക് കർത്താവെ നിൻ്റെ ശ്വാസത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കർത്താവെ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലേക്ക് നിൻ്റെ ശ്വാസത്തെ നിറയ്ക്കണമേ. കുടുംബസമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നവർ, കർത്താവെ നിൻ്റെ ശ്വാസത്തെ ഞങ്ങളുടെ കുടുംബത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മക്കളെ ഓർത്ത് വിലപിക്കുന്നവർ, ജോലി സ്ഥലത്ത് വിഷമിക്കുന്നവർ, ബിസിനസ്സിൽ വിശ്രമിക്കുന്നവർ, ഇവിടെയെല്ലാം കർത്താവിൻ്റെ ശ്വാസം നിറയ്ക്കുവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശ്വാസം നിങ്ങളുടെ ഭവനങ്ങളിലും രോഗത്തിലും സമ്പത്തിലും മക്കളിലും നിറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളായി, ദൈവം കുടികൊള്ളുന്ന ആലയമായി മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അവരെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർ ഇന്ന് പൂർണ്ണമായി വിടുതൽ നേടും. ഈ തിരുവചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും സഹായത്താൽ പരിശുദ്ധാത്മാവ് വഴി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെ ശ്വാസം നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ സമ്പത്തിലും മക്കളിലും രോഗത്തിലും നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.